കൊണ്ടുവരും. അയലോക്കത്തുള്ള നമ്മളൊക്കെ എന്തിനാ? അതെ അതെ. ഉച്ചയ്ക്കുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട്. എനിക്കിന്ന് വീട് വരെ പോണല്ലോ കുട്ടിയെ. ശരി, പൊയ്ക്കോളൂ. എന്താ ഏടത്തേക്ക് വയ്യേ? ഒരു തലവേദന രാവിലെ തൊട്ട് തുടങ്ങിയതാ. മനസ്സിൽ സങ്കടം കിടന്ന ഏടത്തേക്ക് മുമ്പ് ഉണ്ടാവാറുണ്ട് ഈ തലവേദന. അച്ഛന്റെ കാര്യം എന്തോ. പപ്പേട്ടിന് നാളെ വൈകുന്നേരം എത്താതെ വയ്യ. പത്മനാഭൻ പോട്ടെ, അത്യാവശ്യമാണെങ്കിൽ നീ ഇവിടെ ഉണ്ടായാ മതി. അയ്യോ, അവിടെ കുട്ടിയോട് തനിച്ചല്ലേ. വ്യത്യാസമൊന്നുമില്ലെങ്കിൽ ഞാനും പോവും. ഏടത്തുണ്ടാവൂല്ലോ ഇവിടെ. ഞാൻ ബോംബെന്ന് വരുമ്പോഴേക്ക് ഒരു 100,000 കാര്യങ്ങൾ എന്നെ ഏൽപ്പിച്ചിട്ടാ കുട്ടേട്ടൻ പോയത്. ഒക്കെ തകരാറായി. ഇനിയിപ്പോ പറഞ്ഞിട്ടെന്താ? ഒരു ഫോൺ വന്നാൽ എടുക്കാൻ കൂടി ആളില്ല. മൂത്തോളുടെ കാര്യം വല്ലതും നോക്കണ്ട എടുത്തി. ശ്രീലത പഠിക്കല്ലേ. 17 വയസ്സാകുമ്പോഴേക്ക് കല്യാണം. 18. വരുന്ന ചിങ്ങത്തിന് 19. ഏടത്തേക്ക് നരയ്ക്കാൻ തുടങ്ങിയിട്ടില്ലല്ലോ. എന്റെ ഉള്ളിൽ അപ്പടി നരച്ചഴയുണ്ട്. ആ, ശ്രീലത ഏടത്തിയെ പോലെ നല്ല പൊക്കം വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ കൊല്ലം കണ്ടപ്പോ. കഴിക്കാനുള്ള വല്ല ഏർപ്പാട് നോക്കുന്നുണ്ടോ ആവോ? എനിക്ക് സമയം തെറ്റിയാൽ ഗ്യാസ് ട്രബിളാ. ഞാൻ വരാം. ഏടത്തേക്ക് വയ്യെങ്കിൽ കുറച്ച് കിടന്നോളൂ. എന്താ വിശാലത്തിന് അസുഖം വല്ലതും? തലവേദന. അതെ, ഞാനൊരു സ്വകാര്യം പറയട്ടെ. ഏടത്തിയുടെ മുടി മുഴുവൻ നരച്ചിരിക്കുക. മുടി കറുപ്പിക്കണ മരം സ്ഥിരമായി തേച്ചാ തലവേദന വിടില്ല. കണ്ടാൽ അറിഞ്ഞൂടെ? രാജൻ വന്നല്ലോ. ബോധമുണ്ട്. മുത്തച്ഛ മരിച്ചോ? അയ്യോ, മുത്തച്ഛ സുഖമില്ലാതെ കിടക്കുക. രാജനൊക്കെ വന്നിട്ടുണ്ട്. ഡോക്ടർമാർ ആരെങ്കിലും നോക്കി? അച്ചോട്ടന്റെ വീട്ടിൽ പറക്കണേ ആ ആളാ വന്നത്. ശ്വാസത്തിൽ ഒരു നേർമയ്ക്കുള്ള മാറ്റമുണ്ട്. കുറച്ചു നേരമായോ എത്തിയിട്ട്? ഫോൺ കിട്ടിയ ഉടനെ പുറപ്പെട്ടു. അവിടെ വന്നപ്പോ ഹെൽത്തിന് ഒരു തകരാറും ഇല്ല. അതിപ്പോ ഒരു 4 മാസമായിട്ടുണ്ടാവും അല്ലേ? വയസ്സായതുകൊണ്ട് ഞാൻ സ്ലോ ആയെന്ന് കരുതിയോ? എടോ, ഇത് പഴയ മണ്ണാണ്. കേട്ടടി.